ഹായ് ഓൾ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി മുരിങ്ങയില തോരനും കക്ക ഫ്രൈയും മോര് കറിയൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മോര് കറിയാണ്. അപ്പം മോന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് എപ്പോഴും മോര് കറി ഉണ്ടാക്കുന്നത്. തക്കാളി ഇട്ട മോര് കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ അതിനുശേഷം മുരിങ്ങയില പയർ തോരനാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ നാത്തൂന് അവരുടെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് മുരിങ്ങയില. അപ്പം ഞാൻ 2 ദിവസം ഫ്രിഡ്ജ് വെച്ചു. അപ്പോൾ ഇനിയും ഞാനത് ഉണ്ടാക്കിയില്ലെങ്കിൽ അത് നശിച്ചു പോകുമെന്ന് മനസ്സിലായി. നാത്തൂൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് മുരിങ്ങയിലയും ചീരയൊക്കെ. അപ്പം ഞാൻ വെച്ച് മുരിങ്ങയില ഇന്ന് തോരൻ വെക്കാമെന്ന്. അങ്ങനെ മുരിങ്ങയില തേങ്ങ ഇട്ടിട്ട് പിന്നെ നമ്മൾ പയറൊക്കെ വേവിച്ചിട്ടിട്ട് ഒരു തോരൻ ഉണ്ടാക്കി. അടിപൊളി ടേസ്റ്റായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് മുരിങ്ങയിലൊക്കെ കഴിക്കുന്നത്. ഒരു അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ കക്ക ഫ്രൈ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കക്കയൊക്കെ വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചു. പിന്നെ കടുകൊക്കെ വറുത്തിട്ട് ഉള്ളിയൊക്കെ നല്ലോണം റോസ്റ്റ് ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്യണം ഉള്ളി. അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്ത് പിന്നെ നമ്മുടെ സാധാ മസാലയൊക്കെ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് കക്ക നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് കുറേ നേരം ഫ്രൈ ചെയ്യിക്കണം, എന്നാലും അതിനൊരു ടേസ്റ്റ് ഇട്ടു. പിന്നെ ഞാൻ മീൻകറിയും വെച്ചു. മീൻകറി നാളത്തേക്കാണ് വെച്ചത്. അങ്ങനെ മീൻകറി സെറ്റാക്കി. അങ്ങനെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്.